ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന 10 നക്ഷത്രക്കാർ, അത് ഏതൊക്കെ നക്ഷത്രമാണെന്ന് പറയുന്നുണ്ട്. ഈ 10 നക്ഷത്രക്കാർ ജീവിതത്തിൽ സർവ്വതും നശിച്ചാലും പിന്നീട് വലിയ സമ്പത്തുണ്ടാകാൻ യോഗമുള്ളവരാണ്. അങ്ങനെയുള്ള 10 നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആയുഷ്കാല ഫലങ്ങളാണ്. ഇതെപ്പം വേണേലും ജീവിതത്തിൽ സംഭവിക്കാം. അത് ഇന്ന പീരീഡിലേക്കോ ഒരു കാലയളവിലേക്കോ പറയുന്നത് ഇത് ആയുഷ്കാല ഫലങ്ങളാണ്. ഇത് എപ്പം വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാം. ഇപ്പം ഈ പറയുന്ന 10 നക്ഷത്രക്കാരെ സർവ്വതും നഷ്ടപ്പെട്ടാലും ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തികം വന്നു ചേരും. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം കണ്ടല്ലോ, ഒരു കൂട്ടം കാണിക്കാം. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഇതിപ്പം ഭഗവാൻ ശിവൻ്റെ തന്നെ ധനാകർഷണ ഭൈരവസ്വാമിയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മഹാലക്ഷ്മി, ഇത് കുബേരൻ. അപ്പോൾ ഈ ശിവഭഗവാന്റെ അവതാരമായ ധനാകർഷണ ഭൈരവൻ ധനം കൊടുക്കുന്നതാണ്. ഇതുപോലെ ധനം സമ്പത്ത് ഉണ്ടായി വരും. എത്ര ജീവിതത്തിൽ അധപ്പതനം ഉണ്ടായാലും ഈ പറയുന്ന 10 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അതുപോലെ സമ്പത്ത് വന്നു ചേരാൻ യോഗമുള്ളവരാണ്. 10,000കണക്കിന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. ഇന്ന് രാവിലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷമായി, അങ്ങനെ ഒരു ആളെ, എനിക്ക് പരിചയമുള്ള ഒരാളെ ഇന്ന് ഞാൻ രാവിലെ കണ്ടു, വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അദ്ദേഹം ഒരു യാത്രയിലാണ്, റോഡിൽ വെച്ചാണ് കാണുന്നത്. അത് എന്നെ കണ്ട ഉടനെ ഓടി വന്നു. എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലായില്ലേന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ഞാൻ പറഞ്ഞാൽ ഇന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പേ സകലതും നശിച്ച് ഭയങ്കര വഴക്ക്, ബഹളം, പ്രശ്നങ്ങളെ എന്ന് വേണ്ട ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ സർവ്വതും നശിച്ച് പോയ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉയർച്ചയിൽ വരും, അദ്ദേഹത്തിന് വാഹനങ്ങൾ കൊണ്ട് ഭാഗ്യം ഉണ്ടാകും, അതൊക്കെ അദ്ദേഹത്തിന് അനുഭവത്തിൽ വന്നു. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പം ഒന്നിലധികം വണ്ടികളൊക്കെ ഉണ്ട്, അതെല്ലാം ഭയങ്കര സന്തോഷം. ഇത് 10,000കണക്കിന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. ചില നക്ഷത്രക്കാരുണ്ട്, അവരെത്ര നശിച്ചാലും പിന്നീട് കയറി വരും വലിയ സമ്പത്തിലേക്ക്. അപ്പോൾ അത് ജീവിതത്തിൽ എപ്പം വേണമെങ്കിലും സംഭവിക്കാം. ആയുഷ്കാല ഫലങ്ങളാണ്, അല്ലാതെ ഇത്ര മാസമെന്നോ ഇത്ര വർഷം തൊട്ട് ഇത്ര വർഷം വരെയെന്നോ ഉള്ള ഫലമല്ല പറയുന്നത്. ജീവിതം മൊത്തമുള്ള ആയുഷ്കാല ഫലമാണ്. അത് എപ്പം വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള 10 നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണം ചെയ്യും. അപ്പോഴേ അതിനു മുമ്പ് ഞാൻ വാട്സപ്പ് വഴിയാണ് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഈ 3 കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടാം. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. കേട്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അത് ഞാൻ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അല്ല നിങ്ങളെ എന്നെ എപ്പോഴും ഒന്ന് കാണണമെന്നോ ഒന്നുമില്ല. ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരുടെ ഉയർച്ചയ്ക്കുള്ള കാര്യം, അത് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യം, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യം. ചിലപ്പോൾ അത് ആവർത്തി ചെയ്യേണ്ടി വരും. അങ്ങനെ മുകളിലൊരു നോക്കിയാൽ മതി, അല്ല അതൊരു നോക്കണ്ടെന്നും പറയും. 10 രൂപയുടെ എണ്ണയായിരിക്കും, ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ അവനോട് സ്വയം ചൊല്ലാവുന്ന മന്ത്രങ്ങൾ, പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ ചില ദേവനെ പോയി കണ്ട് വഴിപാട് ചെയ്താൽ പ്രത്യേക ഫലം കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ശരനൂൽ രഹസ്യങ്ങൾ, അത് വേറെ ആരും പറഞ്ഞു തരാത്ത ശരനൂൽ രഹസ്യങ്ങളാണ്. ഞാൻ പറയുന്ന കാര്യം ശരനൂൽ രഹസ്യം വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചാണ്, ശിവയോഗിയാണ്. അപ്പം നമുക്ക് കിട്ടിയ ചില അറിയാവുന്ന ചില ശിവവിദ്യകളുണ്ട്, അത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. അപ്പം അങ്ങനെ എല്ലാം നല്ല കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് ആവശ്യമുള്ളവർക്ക് നോക്കാം, അല്ലാത്തവർക്ക് നോക്കാതിരിക്കാം. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ, ചെയ്യാതിരിക്കാം. ധൃതി വെച്ചിട്ട് കാര്യമില്ല. മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത്. എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരെയും നോക്കാനും പറ്റത്തില്ല. വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഭാഗ്യമുണ്ട്, വർക്ക് എടുക്കുന്ന സമയത്ത് കാണുന്നവർക്ക് റിപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. അതും അപ്പം തിരിച്ച് മെസ്സേജ് ചെയ്യുന്നവർ നോക്കുക. അല്ലെ പിന്നെ വല്ലതും വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. കാരണം എപ്പോഴും പുതിയ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുക. ഞാനൊരിക്കലും ഫ്രീ ആകാറില്ല. അപ്പോൾ അതാണ് സാഹചര്യം. പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞെന്നുള്ള. എല്ലാ വീഡിയോയിലും പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതിലെ പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോഴേ ആദ്യത്തെ നക്ഷത്രം, ഞാൻ ഓർഡറിലൊന്നുമല്ല പറയുന്നത്,
എൻ്റെ വരുന്ന ക്രമത്തിൽ ആ 10 നക്ഷത്രം പറയും. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഉത്രാടത്തെക്കുറിച്ചാണ്. ഞാനിന്ന് രാവിലെ കണ്ട ആൾ ഉത്രാടമാണ്. പുള്ളി നാശിച്ച് നാറാണക്കല്ലിട്ട ഒരവസ്ഥയിൽ പുള്ളി വീണ്ടും രക്ഷപ്പെടുമെന്നും വാഹനങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഒക്കെ പുള്ളി വലിയ രീതിയിൽ രക്ഷപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇടുന്നത്. കാരണം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഉത്രാടം ഇവർ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചിലപ്പം സർവ്വതും നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാം. എങ്കിൽ പോലും പിന്നീട് ഒരു ഉയർച്ചയിലേക്ക് കയറി വരും. സമ്പത്തെ, അതുപോലെ ജീവിക്കാനുള്ള നല്ല സാഹചര്യങ്ങളെ, നല്ല വീട്, സമൂഹത്തിൽ മാന്യത, ചില സ്ഥാനമാനങ്ങൾ ചിലർക്ക്, പിന്നെ ചില കാര്യങ്ങൾ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞാലും ഒക്കെ നടക്കും. അങ്ങനെ സമൂഹത്തിൽ വലിയ മാന്യമായ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഇവർക്ക് ചില സംഘടനകളുടെ ഒരു നേതൃത്വം, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പം ഉത്രാട നക്ഷത്രം. പിന്നെ ഇവർക്ക് വാഹനം നല്ലതാണ്. വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ നല്ലതാണ്. ടെക്നിക്കൽ തൊഴിലുകൾ നല്ലതാണ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ നല്ലതാണ്. സർക്കാർ അല്ലെങ്കിൽ തത്തുല്യ അങ്ങനെയുള്ള തൊഴിലുകൾ നല്ലതാണ്. ബിസിനസ്സുകൾ നല്ലതാണ്. കലാമേഖലകൾ, സിനിമ, സീരിയൽ, നാടകം, അഭിനയം, എഴുത്ത്, എവരിത്തിങ്, അങ്ങനെയുള്ള ചില മേഖലകൾ നല്ലതാണ്. ഫിനാൻസും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. ഇവർക്ക് ഏതെങ്കിലും സംഘടനകളുടെ ഒരു നയിക്കാൻ സംഘടനാ പാഠമുള്ളവരാണ്. പിന്നെ സാമ്പത്തികം, അതിവർക്ക് എത്ര തകർന്നു പോയാലും പിന്നീട് ഉയർച്ചയിലേക്ക് വരാൻ കഴിവുള്ളവരാണ്. ഒരു സംശയം വേണ്ട. ശരിക്കും പരിശ്രമിച്ചാൽ മതി. ഈ ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ കൂടെ ചെയ്യണം. അതുകൂടെ ചെയ്ത് പരിശ്രമിച്ചാൽ ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും. അപ്പം ശിവനും ഭദ്രകാളിക്കുമൊക്കെ വഴിപാട് ചെയ്താൽ മതി. തിങ്കളാഴ്ച ശിവന് നെയ്വിളക്ക്, ഞായറാഴ്ച ശിവന് നെയ്വിളക്ക്, ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്നൊരു മാറ്റങ്ങളിലേക്ക് വരും. സാധിക്കുന്ന പോലെ ആവർത്തിക്കാൻ ശ്രമിക്കണം. രണ്ടാമത് പറയുന്ന നക്ഷത്രം മകയിരം. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും മകയിരം. കാരണം 10,000-കണക്കിന് അനുഭവങ്ങൾ. ഇവർക്ക് ജീവിതത്തിൽ മിക്കവാറും ആദ്യകാലങ്ങൾ, ജീവിതത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഒരു മധ്യഭാഗമൊക്കെ വളരെ മോശമായിരിക്കും. പല പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പരാജയങ്ങളും, ചിലർക്കൊരു ഒരു സാമ്പത്തികമായിട്ട് അങ്ങ് താഴ്ന്നു വരെ പോകാം. പക്ഷെ അവിടെ നിന്ന് ഇവർ കയറി വരും. ഇവർക്ക് വീട്, സ്ഥലം, ഭൂമി ഇതൊക്കെ ഉണ്ടാകാനും സമ്പത്തെ, ഐശ്വര്യം ഒക്കെ ഉണ്ടാകാനും ഒക്കെ ഉള്ള ഒരു യോഗമുള്ള നക്ഷത്രം തന്നെയാണ്. അപ്പം എനിക്ക് എത്രയോ അനുഭവങ്ങൾ അറിയാം. ഞാൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്ര വിശകലനം ചെയ്ത് പറയുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അറിയാം. നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടിയവർ ഇന്ന് വലിയ സമ്പന്നരായിട്ട് കഴിയുന്നവരുണ്ട്. എൻ്റെ തന്നെ കസ്റ്റമേഴ്സ് 10,000-കണക്കിന്. അപ്പോൾ അത് മകയിര നക്ഷത്രം അങ്ങനെ ഒരു കഴിവുള്ള നക്ഷത്രം തന്നെയാണ്. തിരിച്ചു വരും, സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇവർക്ക് ഭദ്രകാളി പ്രീതി ഏറ്റവും നല്ലതാണ്. അതുപോലെ കൃഷ്ണൻ്റെ അനുഗ്രഹവും ഏറ്റവും നല്ലതാണ്. ഇവർ ഏറ്റവും നല്ലത് കൃഷ്ണന് തുളസിമാല നൽകുന്ന പെട്ടെന്ന് ജീവിതം മാറ്റം വരും. പിന്നെ ഭദ്രകാളിക്ക് കടുംബായുസ്സും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ വെള്ളിയാഴ്ച നൽകുന്നത് നല്ലതാണ്. ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇവർക്ക് കെട്ടിട നിർമ്മാണം, ബിൽഡിംഗ് ഡിസൈനിങ് ഇങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. അതുപോലെ ഫുഡുമായി ബന്ധപ്പെട്ട റെസ്റ്റോറൻറ്റ്, അതുപോലെ കാര്യങ്ങൾ, ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ്. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ്. ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറെ ഒക്കെ അങ്ങനെയുള്ള മേഖല നല്ലതാണ്. അല്ലെങ്കിൽ ബിടെക്, സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. അതുപോലെ ഒരു ഡിസൈനിങ് ഫീൽഡ് നല്ലതാണ്. പിന്നെ നേഴ്സിംഗ് ഫീൽഡ് നല്ലതാണ് സ്ത്രീകൾക്കാണെങ്കിൽ. അതുപോലെ മെഡിക്കൽ ഫീൽഡ് നല്ലതാണ്. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ബ്യൂട്ടീഷ്യൻ, ബ്യൂട്ടി പാർലർ അങ്ങനെയുള്ള കാര്യങ്ങൾ, എംബ്രോയിഡറി വർക്ക്സ്, ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകൾ ഒക്കെ നല്ലതാണ്. എന്തിനാ? കാശുണ്ടാക്കാം. നമുക്ക് തൊഴിലുകൾ പലതും ചെയ്യാം. പക്ഷെ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റിയ ചില മേഖലകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില മേഖലകൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അവനവന് അതിനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യമുണ്ടെങ്കിൽ, അത് ഈശ്വരാധീനം കൂടി വേണം, എന്നാലേ ഇതൊക്കെ ഫലമാകത്തുള്ളൂ. അപ്പം ഈശ്വരാധീനം വർദ്ധിക്കുന്ന അനുസരിച്ച് അവനവന് ഇഷ്ട താല്പര്യമുള്ള മേഖലകൾ ചെറിയ രീതിയിൽ തുടങ്ങി അത് വലിയ രീതിയിലേക്ക് വിജയിപ്പിക്കാൻ ശ്രമിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് മകയിരം. ഈ മകയിരം നാളുകാരുടെ വേറൊരു പ്രത്യേകത, ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പറയാൻ, മറ്റുള്ളവർക്ക് ഒരു വഴി കാട്ടാൻ, ഇപ്പം മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒക്കെയുള്ള മെൻറ്റാലിറ്റി ഇവർക്ക് വളരെ കൂടുതലാണ്.
ഇനിയും ഈ മകര നക്ഷത്രക്കാർക്ക് ചിലർക്ക് സന്താനങ്ങളെ കൊണ്ട് ചെറിയ മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ എങ്കിലും കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. പക്ഷേ വാർദ്ധക്യത്തിലൂടെ എടുക്കുമ്പോൾ ഇവരെ എന്തായാലും ഏതെങ്കിലും സന്താനങ്ങൾ ഇവരെ നോക്കും. ഇവർക്ക് അതിനൊന്നും ബുദ്ധിമുട്ട് വരികയില്ല. ഭഗവാൻ കൃഷ്ണനെ മുറുകെ പിടിക്കണം. വളരെ നന്നായിരിക്കും. ഭദ്രകാളി പ്രീതിയും കൂടെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹമുള്ള ഒരു നക്ഷത്രം തന്നെയാണ്. ഇനി മൂന്നാമത് പറയുന്ന പൂരം. പൂരം നാളുകാർ ചെറുപ്പത്തിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അനുഭവിക്കാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. എനിക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. 10 രൂപയ്ക്ക് ബുദ്ധിമുട്ടിയ ആളുകളുണ്ട് പൂരം നാളുകാർ. എനിക്കറിയാവുന്നു. ഇന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കിയവരാണ് അവർ തന്നെ. അപ്പോൾ അവർ തീർച്ചയായിട്ടും തിരിച്ചു വരും. കം ബാക്ക്, തിരിച്ചു വരും ജീവിതത്തിലേക്ക്. പിന്നെ അങ്ങനെ യോഗമുള്ളവർ തിരിച്ചു വരുന്നില്ലെങ്കിൽ അവനവൻ്റെ കൂടെ ഒരു കുഴപ്പമാണ്. അത് സ്വയം പരിശോധിക്കണം. നമ്മളിലൂടെ അതിനൊരു ആർജവം കാണിക്കണം. അല്ലാതെ അതിനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം പൂരം നാളുകാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിവുള്ളവർ തന്നെയാണ്. ഈ 10 നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കഴിവുള്ളവരാണ്. പിന്നെ അത് പ്രയോജനപ്പെടുത്താൻ അവനവനും കൂടെ അതിനുള്ള ആർജവം കാണിക്കണം. നമുക്ക് ഈശ്വരൻ ഒരു കഴിവ് തന്നെന്ന് കരുതി അത് നമ്മളോട് അതിനുവേണ്ടി വിശ്വാസത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് അത് ഫലം കാണുന്നത്. ഞാൻ ആ കഴിവിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പൂരം നാളുകാർ സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധികൾ അനുഭവിക്കാം. എങ്കിൽ തന്നെ പിന്നീട് വളരെ സാമ്പത്തികത്തിലേക്ക് ഇവർക്ക് വരാനുള്ള യോഗമുള്ളവരാണ്. ഇവർക്ക് ടെക്നിക്കൽ ഫീൽഡ്, സർവീസിങ് ഫീൽഡ്, അതുപോലെ ഫിനാൻസിങ് ഫീൽഡ്, അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ്, കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡുകൾ ഇതൊക്കെ വളരെ നല്ലതാണ്. ഇവർക്ക് മറ്റുള്ളവർക്ക് അഡ്വൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള, മറ്റുള്ളവർക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവ് കൂടുതലാണ്. അങ്ങനെയുള്ള ഏത് ഫീൽഡും ശോഭിക്കുക. ഇപ്പോൾ ഒരു ഡോക്ടർ, ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഒരു വക്കീൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഏത് മേഖലകളും ഇവർക്ക് ശോഭിക്കാം. ഒരു ടെക്നീഷ്യൻ, അത് ആ ടെക്നിക്കൽ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു ടെക്നീഷ്യന് സാധിക്കും. അങ്ങനെയുള്ള ഏത് മേഖലകളും ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന, ഒരു പരിഹാരം കണ്ടെത്തുന്ന, അങ്ങനെയുള്ള സർവീസിങ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു മേഖലകളും, ഇപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സർവീസ് മേഖല ആയിക്കോട്ടെ, ടെക്നിക്കൽ മേഖല ആയിക്കോട്ടെ, ഇതൊക്കെ ഇവർക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് സാമ്പത്തികം ഉണ്ടാകാൻ യോഗമുള്ള, എത്ര നശിച്ചു പോയാലും പിന്നീട് ഉയർന്നു വരാൻ കഴിവുള്ളവർ തന്നെയാണ്. ഇതെല്ലാം ജീവിതത്തിൽ മൊത്തത്തിലുള്ള ഫലം എപ്പം വേണമെങ്കിലും അത് സംഭവിക്കാം. ആയുഷ്കാല ഫലങ്ങളാണെന്ന് വീണ്ടും ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി നാലാമത് പറയുന്ന കാർത്തിക നക്ഷത്രമാണ്. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അവരും ജീവിതത്തിൽ എത്ര ഒരു പുറകോട്ട് പോയാലും തിരിച്ചു വരാൻ കഴിവുള്ളവരാണ്. വളരെ ശക്തമായിട്ട് തന്നെ ഇവർ വളരെ അനുഗ്രഹീതരാണ്. ഈ കൂടുതലും കാർത്തിക നക്ഷത്രക്കാർ ഞാൻ കണ്ടിരിക്കുന്നത്, അവർ മിക്കവാറും കാർത്തിക നക്ഷത്രക്കാർ ജനിക്കുന്നവരെ നല്ല ഭാഗ്യമുള്ള രീതിയിലായിരിക്കും. അവർ ജനിക്കുന്ന വീട്ടിൽ തന്നെ ഒരു നല്ല ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യങ്ങളൊക്കെ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ ഇവർക്ക് ടീച്ചിങ് മേഖല വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ എൻജിനീയറിംഗ് മേഖലകൾ വളരെ നല്ലതാണ്. വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്. ബിസിനസ് മേഖലകൾ നല്ലതാണ്. ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. ഇവർ വളരെ ബുദ്ധിശക്തിയും ഒക്കെ തൊഴിലിൽ ഉപയോഗിക്കുന്നവരാണ്. വളരെ കഴിവുള്ളവരാണ്. പെട്ടെന്ന് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജീവിതത്തിൽ കഴിവുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ഇവർ തൊഴിൽ പ്രവേശിച്ച ആ തൊഴിലിൽ പെട്ടെന്ന് ഉയർച്ചയിലെത്താൻ കഴിവുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർത്തിക നാളുകാർക്ക് ജീവിതത്തിൽ എത്ര ഒരു അധപ്പതനത്തിലേക്ക് പോയാൽ പോലും വലിയ ഉയർച്ചയിലേക്ക് വരാൻ കഴിവുള്ളവർ തന്നെയാണ്. അപ്പോൾ ആ കഴിവ് പ്രയോജനപ്പെടുത്തണം. ഒന്ന് നമ്മളത് മനസ്സിലാക്കണം. അതാണ് ഞാനീ പറഞ്ഞു തരുന്നത്. 2 അതിനുവേണ്ടി പ്രവർത്തിക്കണം. അത് അവനവൻ ചെയ്യണം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. അങ്ങനെയാണ് എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഭദ്രകാളി അമ്മയ്ക്ക് വഴിപാട് ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും. ഭദ്രകാളിക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംബായുസ്, രക്തപുഷ്പാഞ്ജലി ഇതൊക്കെ നൽകിയാൽ പെട്ടെന്ന് ജീവിതം മാറും. വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. പക്കനാളിന് അമ്മയ്ക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക. ഇതൊക്കെ ആവർത്തിക്കുക. പൗർണമി ദിവസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അമ്മയ്ക്ക് അന്നൊരു കടുംബായുസം കൊടുക്കുക. ഇതൊക്കെ വളരെ, പിന്നെ അഷ്ടോത്തരാർച്ചന കൊടുക്കുക. ഇതൊക്കെ ഭാഗ്യദായകങ്ങളാണ്. പ്രത്യേകിച്ച് പൗർണമി വരുന്ന ദിവസങ്ങളിൽ, അതായത് വെളുത്തവാവിൻ്റെ അന്ന് ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കും. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വളക്കൂടെ ചെയ്യുന്നത് നല്ലതാണ്. കാർത്തിക നക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസങ്ങളിലും
അതുപോലെ പൗർണമി വെളുത്തവാവിൻ്റെ അന്നും ഇങ്ങനെ ഈ 2 ദിവസങ്ങളിൽ മാസത്തിൽ ആവർത്തിക്കുന്നത് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാക്കും. ഈ 5ാമത് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. ഈ അനിഴം നക്ഷത്രക്കാർ ജീവിതത്തിൽ ചിലപ്പോൾ വീടില്ലാത്തവരായിരിക്കും, ഭൂമിയില്ലാത്തവരായിരിക്കും, നല്ല തൊഴിലില്ലാത്തവരായിരിക്കും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വരെ ചിലപ്പം കണ്ടെന്ന് വരത്തില്ല. പിന്നീട് ഒരുമാതിരി നല്ല രീതിയിലുള്ള വീട്, സമൂഹത്തിൽ നല്ല സ്ഥാനമാനം, സമ്പത്ത് ഇതൊക്കെ ഉണ്ടാകാൻ യോഗമുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല മേഖലകൾ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് മേഖല ഏറ്റവും ബെസ്റ്റാണ് അനിഴം നാളുകാർക്ക്. അവർക്ക് മറ്റുള്ളവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ, പഠിപ്പിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ടീച്ചിങ് എബിലിറ്റി അതെനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, കാരണം എത്രയോ അനുഭവങ്ങൾ. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകൾ ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. മറ്റുള്ളവർ പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അവരെ നയിക്കാൻ ഇവർക്ക് വളരെ കഴിവ് കൂടുതലാണ്. മറ്റുള്ളവർ പകച്ചു നിൽക്കുന്ന അവസ്ഥകളിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ളവർ വളരെ വിൽ പവർ ഉള്ളവർ തന്നെയാണ് ഇവർ. പക്ഷെ പലപ്പോഴും ഇവരുടെ കഴിവ് ഇവർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അതൊരു പ്രത്യേകത. കഴിവ് അറിഞ്ഞവരെല്ലാം ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. അത്ര കഴിവുള്ളൊരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. ഇവർക്ക് ഏറ്റവും പ്രധാനം വേണ്ടത് കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹമാണ്. പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. അതിന് കൃഷ്ണന് വ്യാഴാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പുരുഷ സൂക്താർച്ചന ചെയ്യുന്നത് നല്ലതാണ്. പക്കനാളിന് പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും വിഷ്ണു സഹസ്രനാമ അർച്ചനയും കൂടെ ചെയ്യുന്നതല്ല. ഇത് സാധിക്കുന്ന പോലെ ഇത് രണ്ടും മറ്റൊരു വ്യാഴാഴ്ചകളിലും ഈ 2ാമത് പറഞ്ഞത് പക്കനാളിനും ഇത് രണ്ടും പറ്റുന്ന പോലെ മാസത്തിൽ മറ്റേത് സാധിക്കുന്ന വ്യാഴാഴ്ചകളെ ആവർത്തിക്കുക. ആദ്യം പറഞ്ഞത് ഇനിയും പക്കനാളിന് പറഞ്ഞത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഇത് രാവിലെ പോയി ചെയ്യണം കൃഷ്ണക്ഷേത്രത്തിൽ. വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാകും. പിന്നെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ ടെക്നിക്കൽ ഫീൽഡ് നല്ലതാണ്. പിന്നെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖല നല്ലതാണ്. ടീച്ചിങ് ആണ് ഏറ്റവും ഒരു നല്ല എബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇവർ ഏത് മേഖലയിലും അവരുടെ കഴിവ് പ്രകടിപ്പിക്കും. ഏത് മേഖലയാണെങ്കിലും അവർ ഉയർന്നു വരാൻ കഴിവുള്ളത് തന്നെയാണ്. ജീവിതത്തിൽ എത്ര താഴ്ന്ന അവസ്ഥയിലേക്ക് പോയാലും പിന്നീട് നല്ല ഉയർച്ചയിലേക്ക് വരാൻ കഴിവുള്ളവരാണ്. പിന്നെ ഇവർക്ക് പെട്ടെന്നൊരു ജീവിതം മാറ്റുന്ന ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളിൽ മാസത്തിൽ 1 പോയി ദർശനം നടത്തണം. പെട്ടെന്ന് ജീവിതം മാറും. ഇനിയും 6ാമത് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. എത്ര പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ ജീവിച്ചാലും, എത്ര പ്രതിസന്ധികളുടെ ഇടയിൽ ജീവിച്ചാലും, എത്ര ജീവിതത്തിൽ താഴോട്ട് പോയാലും അധപ്പതിച്ചാലും വീണ്ടും സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതത്തിലേക്കും വരാൻ കഴിവുള്ള നക്ഷത്രം തന്നെയാണ് തിരുവാതിര. അവർക്ക് ഫിനാൻസ് മേഖലകളെ, അതുപോലെ മെഡിക്കൽ മേഖലകളെ, പിന്നെ ക്ലറിക്കൽ മേഖലകളെ, എഞ്ചിനീയറിംഗ് മേഖലകളെ ഒക്കെ കഴിവ് പുലർത്താവുന്ന മേഖലകൾ തന്നെയാണ്. ഇവർക്ക് പ്രധാനമായിട്ടും ഞാൻ എത്രയോ തിരുവാതിര നക്ഷത്രക്കാരുടെ ഗ്രഹനില നോക്കിയിരിക്കുന്നു, കൈരേഖ നോക്കിയിരിക്കുന്നു, സംഖ്യാജ്യോതിഷം നോക്കിയിരിക്കുന്നു. എത്രയോ ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ശിവപ്രീതി ഇവർക്ക് വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുത്തും. ഞാൻ ശിവൻ്റെ എത്രയോ രഹസ്യ വിദ്യകൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പറഞ്ഞു കൊടുത്തവരൊക്കെ ചിലരൊക്കെ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കാര്യങ്ങൾ ആളുകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിരിക്കുന്നു. തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു നിവൃത്തിയില്ലാതെ ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ, അതായത് വരവും ചെലവൂടെ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ, ജീവിതം ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഞാൻ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇന്ന് വലിയ സമ്പന്നരായവരുണ്ട്. അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു നല്ല മാറ്റത്തിലേക്ക് വരാനും, അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഒരു മക്കളെ കൊണ്ടൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ നല്ല അനുഭവങ്ങൾക്ക് യോഗമുള്ളവരുമാണ്. പിന്നെ അവനവൻ്റെ ഭാവം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ആ നിലയിൽ നമ്മൾ ജീവിക്കുകയും കൂടെ വേണം. മറ്റുള്ളവരോടും നമ്മൾ ആ സ്നേഹത്തോടും ബഹുമാനത്തോടും മക്കളോടൊക്കെ പെരുമാറുകയും വേണം. നമ്മളുടെ തന്നെ സ്വഭാവത്തിൻ്റെ കുഴപ്പം കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടാകാം. അല്ലാതെ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു ഈശ്വരനെ വിശ്വസിച്ച് നല്ലൊരു മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് പോയാൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട്. ഇനി 7ാമത് പറയുന്നത് ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ഇവരെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ എല്ലാം എടുത്ത് തലയിൽ വെക്കും. ഇവരറിഞ്ഞുകൊണ്ടല്ല, ഇവരുടെ തലയിൽ വരും. ഒരു കുടുംബത്തിന് മൊത്തം പ്രാരാബ്ദം ഇവരുടെ തലയിൽ മിക്കവാറും വരും. ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അത് ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി, ചിലർക്ക് പല തൊഴിലുകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ, ജീവിതത്തിൽ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുക,
ജീവിതത്തിൽ സാമ്പത്തികമായ ചില അധപ്പതനങ്ങൾ ഇതൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും ഇവർ തീർച്ചയായിട്ടും നല്ല ഉയർച്ചയിലേക്ക് വരികയും ഭൂമി ഉണ്ടാകുക, വീടുണ്ടാകുക, സമൂഹത്തിൽ നല്ല സ്ഥാനമാനം ഉണ്ടാകുക, സ്വത്തുണ്ടാകുക, അതുപോലെ പല സംഘടനകളുടെയും ഭാരവാഹിത്വം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുകളും പിന്നീട് ഇവർക്കുണ്ടാകാം. തീർച്ചയായിട്ടും നല്ല ഒരു സാമ്പത്തിക ഉയർച്ചയിലേക്ക്, എത്ര തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരാൻ യോഗമുള്ളവർ തന്നെയാണ് ഉത്രം നക്ഷത്രക്കാർ. ഇവർക്ക് ബാങ്കിങ് മേഖല നല്ലതാണ്, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഫിനാൻസ് മേഖല നല്ലതാണ്. അതുപോലെ ക്ലറിക്കൽ, ഇവരെ ഒരു കാര്യം ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ വള്ളി പുള്ളി വിടാതെ അത് പറഞ്ഞ പോലെ തന്നെ ചെയ്യും. ഒരു ഉത്തര നക്ഷത്രക്കാരനാണെന്ന് വിചാരിച്ചു, അയാളുടെ മേലുദ്യോഗസ്ഥൻ പറയുക ഇന്ന രീതിയിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വരവണ്ണം വിടാതെ കൃത്യമായിട്ട് ചെയ്യും. അപ്പം അങ്ങനെ വളരെ ഏതൊരു കാര്യവും വളരെ ഒരു ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതിന് ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ കഴിവ്. പക്ഷെ ഇവർക്ക് ചില സ്വാതന്ത്ര്യം കൊടുക്കണം. ഇവരെ അങ്ങോട്ട് ഭരിച്ചുകൊണ്ട് ചെന്നാൽ ചിലപ്പോൾ അത് ശരിയാകണമെന്നില്ല. ഇവർക്ക് ഏത് തൊഴിലാണെങ്കിലും ഇവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്താൽ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് ഇവർ ഏത് തൊഴിലും ചെയ്ത് കാണിച്ചു തരും. പ്രായോഗിക ബുദ്ധി വളരെ കൂടുതലുള്ളവരാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ അല്ലെ തത്തുല്യമായ മേഖലകളിലൊക്കെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കാനും കഴിവുള്ളവരാണ്. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ കഴിവുള്ളവരാണ്. ഡിസൈനിങ് മേഖല, ബിസിനസ്, മറ്റ് ബിസിനസ്സുകൾ, പിന്നെ ഇപ്പം ഒരു സ്റ്റുഡിയോ ആയിക്കോട്ടെ, ഒരു ഡിസൈനിങ് മേഖല ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് ചില കലാപരമായ കഴിവ് പലരിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കലാപരമായി ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്. കലാപരമായുള്ള ഏതൊരു പ്രവർത്തനങ്ങൾ ഇവർക്ക് നല്ലതാണ്. സംഘടനാ പ്രവർത്തനങ്ങൾ ഇവർക്ക് നല്ലതാണ്. നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു നക്ഷത്രമാണ്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുക. നമുക്കൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കണം ആദ്യം. അത് തന്നെ ജീവിതത്തിൽ മാറ്റം വരുത്തും. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഈശ്വരാധീനത്തിന് വേണ്ട കാര്യം ചെയ്യണം. ഇവർക്ക് ശിവപ്രീതി വളരെ മാറ്റം വരുത്തും. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വെള്ള നിവേദ്യം, പുരുഷ സൂക്താർച്ചന ഇതൊക്കെ ശിവന് ചെയ്യുക. പക്കനാൾ തോറും പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശിവന് ചെയ്യുക. ഇതെല്ലാം രാവിലെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്താൽ, ഇതൊക്കെ സാധിക്കുന്നതിൽ ആവർത്തിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കുന്നപ്പോൾ ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും. പറഞ്ഞാൽ മനസ്സിലാക്കിയവരൊക്കെ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല ഞാനിത് ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇനിയും അടുത്ത 8ാമത്തെ ചോദ്യ നക്ഷത്രം. ചോദ്യ നക്ഷത്രക്കാർ കുറേ പ്രതികൂലതകൾ ജീവിതം പിടിച്ചുലയ്ക്കുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. അത് മാനസികമായിട്ടായിരിക്കും ഇവരെ കൂടുതലും ആവുന്നത്. അതുപോലെ മാനസികമായിട്ട് പോലെ തന്നെ സാമ്പത്തികം ചിലരെ അലട്ടാം. ചിലർക്ക് മാനസികമായിരിക്കും വളരെ വിഷമങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ വളരെ പ്രതിസന്ധികളിലൂടെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബാധ്യതകൾ ചിലർക്കുണ്ടാകാം. അങ്ങനെ പിന്നീട് നല്ല ഉയർച്ചയിലേക്ക് വരാൻ കഴിവുള്ളവർ തന്നെയാണ്. ഇവർക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. ഭാവിയിൽ സുഖസൗകര്യങ്ങൾ നല്ലതായിട്ട് അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ചോദ്യ നക്ഷത്രക്കാർ. അപ്പോൾ ഇവർ പിന്നീട് ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് വരാൻ യോഗമുള്ളവർ തന്നെയാണ്. ഇവർക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖല നല്ലതാണ്. അതുപോലെ തന്നെ ട്രാവലിങ്, അങ്ങനെ ബന്ധപ്പെട്ട മേഖലകൾ, യാത്ര, പിന്നെ അതുപോലെ ബിസിനസ്സുകൾ, കലാമേഖലകൾ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. അതായത് മറ്റുള്ളവർ പുറകോട്ട് പോകുന്ന ചില മേഖലകൾ ഇവർ വിജയിക്കും. അതിന് കഴിവുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫുഡ് റെസ്റ്റോറൻറ്റ് നടത്തുകയെന്ന് വിചാരിച്ചു. മറ്റുള്ളിടത്തില്ലാത്ത സ്പെഷ്യൽ ഫുഡുകൾ, അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ഐഡിയ ഉള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഫുഡ് മേഖല ഇവർക്ക് നല്ലതാണ്. അതുപോലെ ടെക്നിക്കൽ മേഖലയും ഒക്കെ നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേ ഇനിയും പറയുന്നത്, ഈ ചോദ്യ നക്ഷത്രക്കാർ സർപ്പത്തിന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറ്റം വരും. സർപ്പപ്രീതി, അത് ഏതെങ്കിലും ഒരു ഞായറാഴ്ചകൾ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പാലഭിഷേകം ചെയ്യുക. പിന്നെ ഭദ്രകാളി അമ്മയ്ക്ക് വഴിപാട് ചെയ്യുക. കുലദേവതയെ പോയി കണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഓട്ടുവിളക്ക് സമർപ്പിക്കുക. ഇതൊക്കെ ടക്കയെന്ന് ജീവിതം മാറ്റും. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. നമ്മൾ യാതൊരു ഇതൊന്നും കേട്ടിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. കൃത്യം നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് എല്ലാം തന്നെ ചില കർമ്മരഹസ്യങ്ങളുണ്ട്. അത് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് അവർ നോക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. കർമ്മരഹസ്യമുണ്ട്. ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ആവുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്യുക. അത് തന്നെ ജീവിതം മാറ്റുന്നതാണ്, ഒരു സംശയം വേണ്ട. ഇനിയും 9ാമത്തെ നക്ഷത്രം മൂലം. ഈ മൂലം നാളുകാരെന്ന് പറഞ്ഞാൽ
ഇവർക്ക് ജീവിതത്തിൽ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യാൻ പ്രത്യേക കഴിവുള്ളവരാണ്. പക്ഷേ ഇവർ ആദ്യകാലങ്ങളിലൊക്കെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുകയായിരിക്കും. പിന്നീട് സ്വന്തം നിലയിൽ ഒരു അലുമിനിയം ഫാബ്രിക്കേഷന്, ഡിസൈനിങ്, പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിങ് ഇങ്ങനെയുള്ള മേഖലകളെ, ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളെ, എൻജിനീയറിങ്, അതുപോലെ മറ്റുള്ളവർ കൈവെക്കാത്ത പല ടെക്നിക്കൽ മേഖലകൾ, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ്. ഇവർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ്. ഇവരൊരു കയറ്റം കയറിയാൽ ടക്കയെന്ന് അങ്ങ് കയറും. അപ്പം അതുവരെയുള്ള അവരായിരിക്കത്തില്ല, പെട്ടെന്നായിരിക്കും വീട് വണ്ടിയൊക്കെ ടക്കടേന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കഴിവുള്ളവരാണ് ഇവർ, അത്ര എഫിഷ്യൻ്റ് ഉള്ളവരാണ്. പിന്നെ അത് പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അത് അവനവൻ്റെയും കൂടെ കുഴപ്പമാണ്. സ്വയം ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, വഴിപാട് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ കഴിവുള്ളവരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അവർ ചെയ്യേണ്ടത്, ഭദ്രകാളി നന്നായിട്ട് വിളിച്ചോ, ജീവിതം പെട്ടെന്ന് മാറും. വെള്ളിയാഴ്ച അമ്മയ്ക്ക് ഒരു നാരങ്ങ വിളക്ക് തെളിയിക്കുക, ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നൽകുക, കടുംപായസം നൽകുക. അതുപോലെ സർപ്പത്തിന് ഈ കറുത്തവാവ് കഴിഞ്ഞ ഞായറാഴ്ച പാലഭിഷേകം ചെയ്യുക. ഇഷ്ടനിവേദ്യങ്ങൾ നാഗരാജാവിന് ഏത് പായസം, പല ക്ഷേത്രത്തിലും പല വ്യത്യാസമുണ്ട്. പായസ നിവേദ്യങ്ങൾ നൽകുക, ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇവർക്ക് ഈ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. അത് ഈ ഞായറാഴ്ചകളോ അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞിരുന്ന ഞായറാഴ്ചയോ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. അങ്ങനെ മാറിയവരുണ്ട്. ഇത് നല്ല ലെവലിൽ ഞാൻ തന്നെ ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. അവിടെ മനസ്സിലായത് അത് ആവശ്യം പോലെ ചെയ്യുക എന്നുള്ളത്. ഇനിയും 10ാമത്തെ നക്ഷത്രമാണ് ചതയം. ചതയ നക്ഷത്രക്കാരും ജീവിതത്തിൽ എത്ര ഒരു താഴ്ചയിലാണെങ്കിൽ പോലും നല്ല ഉയർച്ചയിലേക്ക് വരാൻ കഴിവുള്ളവർ തന്നെയാണ്. ഇവർക്ക് പ്രധാനമായിട്ടും ഈ ടെക്നിക്കൽ മേഖലകൾ, ഡിസൈനിങ് മേഖലകൾ, അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകൾ, എഞ്ചിനീയറിംഗ് മേഖലകൾ ഒക്കെ നല്ലത് തന്നെയാണ്. ഇവർക്ക് ഭദ്രകാളി പ്രീതി, ശിവപ്രീതി വളരെ പെട്ടെന്ന് ജീവിതം മാറ്റും. അതുപോലെ കൃഷ്ണന് ചില വഴിപാടുകൾ ചെയ്താലും, കൃഷ്ണന് പാൽപ്പായസം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി ദിവസം ചെയ്താൽ, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി ദിവസം ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. ശിവഭഗവാന് പൗർണമിയിൽ അന്ന് വൈകുന്ന പാട് വെള്ള നിവേദ്യവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഭദ്രകാളി അമ്മയ്ക്ക് പൗർണമി ദിവസം കടുംപായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും ചെയ്യുന്ന നല്ലതാണ്. ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള 10 നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് മാത്രമേ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ എന്നല്ല ഇതിൻ്റെ അർത്ഥം. സാമാന്യമായി പൊതുഫലമായിട്ട് പറഞ്ഞതാണ്. ഈ നക്ഷത്രക്കാർക്ക് എത്ര താഴ്ചയാണെങ്കിലും ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് ഓരോരുത്തരും ജനിക്കുന്ന സമയം അനുസരിച്ച് ഏതൊരു നക്ഷത്രക്കാരനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും. അതിൻ്റെ സംശയമൊന്നും വേണ്ട. പക്ഷേ സാമാന്യ ഫലമായിട്ട് ഈ 10 നക്ഷത്രക്കാരെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂടുതലായിട്ട് ഇത്ര അനുഭവങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പിന്നെ ഏതൊരു നക്ഷത്രക്കാരനും തീർച്ചയായിട്ടും അയാളുടെ ജനിച്ച സമയം, ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏത് നക്ഷത്രക്കാരനും ഉയർച്ച ഉണ്ടാകും. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കഴിവുകൾ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈശ്വരൻ തന്ന അവസരമായ ജീവിതം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഉയരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. സ്വയം തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ മാറ്റം കേട്ടോ. അതാണ് ഏറ്റവും ജീവിതത്തിലെ വലിയ മാറ്റം. എനിക്കെന്താണ് വേണ്ടത്, എനിക്കെന്ത് കഴിവുണ്ട്, ഞാൻ എന്ത് ചെയ്താൽ രക്ഷപ്പെടും, ഈ കാര്യം അറിയുന്നവനാണ് ജീവിതത്തിൽ എല്ലാം നേടുന്നത്. അത് ചിലപ്പം ചിലർക്ക് ഒരു നിമിഷം കൊണ്ട് അറിയും, ചിലർ ചിലപ്പോൾ 3 വർഷം കൊണ്ടായിരിക്കും അറിയുന്നത്, ചിലർ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാലും അറിയത്തില്ല. ഈ തിരിച്ചറിവാണ് എനിക്കെന്ത് കഴിവുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങൾ അറിയുന്നവനാണ് ജീവിതത്തിൽ നേടുക. അപ്പോൾ ആദ്യം എനിക്കെന്ത് കഴിവുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതും ഞാൻ പറഞ്ഞു. 3ാമത്തത് ഇത് മനസ്സിലാക്കി അത് കൂടുതലായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് അവനവനാണ്. അത് സ്വയം ചെയ്യാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.